दिए गए शब्दों के अर्थ समझकर लिखिए. बादशाह, बादशाह എന്ന് പറഞ്ഞാൽ എന്താ? രാജാവ്. രാജാവ്. ദേവദർശൻ പേജ് നമ്പർ 88. രാജാവ് മീൻസ് കിങ്. യെസ്. അപ്പൊ ഹിന്ദിയില് രാജ. ഞാൻ എഴുതി കാണിക്കാം കേട്ടോ, എഴുതി എടുത്തോളൂ എല്ലാവരും. അറിയാവുന്ന എഴുതിക്കൊള്ളൂ. രാജ. സ്ക്രീൻ കാണുന്നുണ്ടോ? യെസ്. രാജ. ബാദ്ഷാ മീൻസ് രാജ. മീൻസ് എനിക്കറിയാം, ഞാൻ എഴുതി. ഓക്കെ. മിസ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു തരുമോ? ദിൽരാജ് പേജ് നമ്പർ 88. ശബ്ദാർത്ഥാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ബാദ്ഷാ മീൻസ് രാജ. അടുത്തത് പഹേലി. പഹേലി മീൻസ് രാസ്, സീക്രട്ട്. സീക്രട്ട്. രാസ് അല്ലെങ്കിൽ രഹസ്യം എന്ന് നമുക്ക് എഴുതാം. രാസ് എഴുതിയാൽ മതി. Paheli means raz, secret. അടുത്തത് ബുദ്ധിമാൻ. ബുദ്ധിമാൻ മീൻസ് ക്ലെവർ. ക്ലെവർ. സമജ്ദാർ. समझदार. बुद्धिमान, समझदार. അടുത്തത് ഉപായ്. ഉപായ് മീൻസ് തർക്കീബ്, സൂത്രം. തർക്കീബ്. അതിന്റെ മുമ്പത്തേത് ഏതാ? തേർഡ് വൺ. ബുദ്ധിമാൻ. ബുദ്ധിമാന്റെ അർത്ഥമാണ് സമജ്ദാർ. സമജ്ദാർ. ഫസ്റ്റ് ബാദ്ഷാ. ബാദ്ഷയുടെ അർത്ഥം രാജ. സെക്കൻഡ് പഹേലി. പഹേലിയുടെ അർത്ഥം രാസ്. മൂന്നാമത്തെ ബുദ്ധിമാൻ, സമജ്ദാർ. നാലാമത്തെ ഉപായ്, തർക്കീബ്. ഇത്ര എഴുതി കഴിഞ്ഞെങ്കിൽ ഞാനിത് സ്ക്രീൻ മാറ്റണം, എന്നിട്ട് വേണം അടുത്ത കാണിക്കാൻ വേണ്ടി. എല്ലാരും എഴുതി കഴിഞ്ഞോ? ആരെങ്കിലും എഴുതാറുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് കൊടുത്തേ. എഴുതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് കൊടുത്തേ. ആരും ഇല്ലല്ലോ, എല്ലാരും എഴുതി കഴിഞ്ഞു. ഓക്കെ, ഫൈൻ. അടുത്തത് ഛൽനി. ഛൽനി എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ അരിപ്പ എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ ഹിന്ദിയിൽ എഴുതുമ്പോ ജിസ്സേ किसी चीज को
अलग करने का काम करते हैं। लेकिन अलग किया जाता है। जिससे किसी चीज को अलग किया जाता है എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും വസ്തുക്കളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി, അരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ ഛൽനി എന്ന് പറയുക. ജിസ്സെ കിസി ചീസ് കോ അലഗ് കിയാ ജാതാ ഹെ. അടുത്തതിന്റെ അർത്ഥം കൂടെ എഴുതാണ്. ചതുരായി. ചതുരായി മീൻസ് ഹോഷിയാരി. ഹോഷിയാരി. ആദ്യത്തെ ഛൽനി, ഛൽനിയുടെ അർത്ഥമാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. അടുത്തത് ചതുരായി, ഹോഷിയാരി. മിസ് കഴിഞ്ഞു. ഇനി എഴുതാതെ ഉണ്ടോ? മിസ് എഴുതി കഴിഞ്ഞു. എഴുതാത്ത ആരെങ്കിലും ഉണ്ടോ? ഫൈൻ. അടുത്തത് പാഠ് സെ ഭാഷ. അടുത്ത് നോക്കിക്കേ. സമാൻ തുക് വാലെ ശബ്ദ ലിഖിയേ. ഒരേ മാതിരി അവസാനിക്കുന്ന വാക്കുകൾ, റൈമിംഗ് വേർഡ്സ്. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദിഖാത്തെ, മിലാത്തെ. യെസ്. ഉപ്പായ. ഉപ്പായ. ഉപ്പായുടെ അർത്ഥമാണോ? തർക്കീബ്, സൂത്രം. തർക്കീബ്. ഇനി എഴുതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇടുമ്പോ നോക്കി എഴുതുക കേട്ടോ. അടുത്ത സെക്കൻഡ് എക്സസൈസ് ആണ് പറയുന്നത്. റൈമിംഗ് വേർഡ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ്. പ്രയോഗ്. പ്രയോഗിന്റെ എന്താണ്? ഉപയോഗ്. അടുത്തത് ആത്തെ ഥേ, പാത്തെ ഥേ. അടുത്തത് ഓർ. ഓറിന്റെ ചോർ. ഒരേമാതിരി അവസാനിക്കുന്ന വാക്കുകൾ, റൈമിംഗ് വേർഡ്സ്. അതാണ് സമാൻ തുക് വാലെ ശബ്ദം എന്ന് പറഞ്ഞ അർത്ഥം. ഓക്കെ. അടുത്തത് ജാതി ഥി, ആതി ഥി. ആദ്യത്തെ എന്തുവാ? ആദ്യത്തേത് പ്രയോഗ്. പ്രയോഗിന്റെ ആണ് ഉപയോഗ്. ഓക്കെ. അടുത്തത് ആത്തെ ഥേ, പാത്തെ ഥേ. അടുത്തത് ഓർ. ഓറിന്റെ ചോർ. ജാതി ഥി, ആതി ഥി. അടുത്ത ലാസ്റ്റ് വൺ രാസ്. രാസിന്റെ സാസ്. ചായയുടെ അടിയിൽ ചന്ദ്രബിന്ദു ഉണ്ട്, അത് വിടരുത് കേട്ടോ. സാസ്, രാസ്, സാസ്. प्रयोग, उपयोग, आते थे, पाते थे, और, छोर, जाती थी, आती थी, then रास, साज.
Miss കഴിഞ്ഞു. എല്ലാരും എഴുതി കഴിഞ്ഞോ? കൃഷ്ണദേവ് കഴിഞ്ഞോ? Yes, Miss. Okay, ഇനി ആരെങ്കിലും എഴുതാനുണ്ടോ? No. തേജസ്വരൂപ് കഴിഞ്ഞോ? Yes, Miss. അടുത്ത നോക്കിക്കേ. समान अर्थ के आधार पर जो शब्द अलग है उससे सही का निशान लगाइए എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഒരു മൂന്ന് വേർഡുകൾ കൊടുത്തിട്ടുണ്ട് ഓരോ റോയിലും. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വൺ നോക്കിക്കേ, ബാദ്ഷാ, രാജ, മന്ത്രി. ഓക്കെ, സോ അതിനകത്ത് അർത്ഥം വേറെ ഉള്ളത് ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാദ്ഷാ, രാജ എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥമാണ് അല്ലെ? യെസ് ഓർ നോ? യെസ്. അപ്പൊ അവിടെ വേറെ അർത്ഥം വരുന്ന ഏതാണ്? മന്ത്രിയാണ്. അപ്പൊ മന്ത്രി ടിക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ഡിഫറെന്റ് മീനിങ് വരുന്ന വേർഡുകൾ ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത് നോക്കിക്കേ, അടുത്ത സെറ്റിൽ ഏതാണ്? ബുദ്ധിമാൻ, ബുദ്ധി, വിദ്വാൻ. അതിനകത്ത് ഏതാണ് വേറെ അർത്ഥം വരുന്ന വാക്ക്? ആണോ? ഉറപ്പാണോ? വിദ്വാൻ. Yes. വിദ്വാൻ. എല്ലാരും അതാണോ പറയുന്നത്? വിദ്വാൻ ആണോ? മിസ് പറയുന്നത് ബുദ്ധിയാണെന്ന്. എന്തുകൊണ്ടാണ്? ബുദ്ധിമാൻ, വിദ്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിനെ പറ്റിയാണ് പറയുന്നത്. ബുദ്ധിയുള്ള വിദ്വാൻ എന്ന് പറഞ്ഞാലും എന്താണ്? വിവരമുള്ള ആളെന്നാണ് അർത്ഥം. ബുദ്ധിമാൻ, വിദ്വാൻ ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. അതേസമയം ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഒരാളിനെ പറ്റിയാണോ പറയുന്നത്? യെസ് ഓർ നോ? ബുദ്ധി, ഒരാൾക്ക് ബുദ്ധിയുണ്ട്. മറ്റേത് രണ്ടും ആൾക്കാരെ പറ്റിയാണ്. ബുദ്ധിമാൻ, വിദ്വാൻ. ബുദ്ധി എന്ന് പറയുന്നത് ഒരാളിനെ പറ്റിയല്ല പറഞ്ഞത്, അതൊരു വിശേഷണം കൊടുക്കുകയാണ്, ഒരു ക്യാരക്ടറാണ്, ഒരു വ്യക്തിയുടെ ക്യാരക്ടറാണ് അല്ലെ? അയാൾക്ക് നല്ല ബുദ്ധിയുണ്ട്. അപ്പൊ അതാണ് വേറിട്ട വാക്ക് അവിടെ. ഓക്കെ, ബുദ്ധിമാൻ, വിദ്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുള്ള, ക്ലവർ എന്ന് തന്നെയാണ് രണ്ടിന്റെ അർത്ഥം. അപ്പോൾ ഡിഫറെന്റ് മീനിങ് വരുന്ന വേർഡ് ഏതാണ്? ബുദ്ധി. ഓക്കെ, അടുത്തത് ചിത്ര, ചതുർ, ചാലാക്. ഏതാണ്? ചാലാക്. അർത്ഥ വ്യത്യാസമുള്ള വാക്കാണ് അർത്ഥം. ചിത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? പിക്ചർ, ഫോട്ടോ. ചതുർ, ചാലാക്ക് ഒരർത്ഥമാണ്. ചതുരായി, ചാലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമർഥ്യമുള്ള ആളെന്നാണ് അർത്ഥം. അത് അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ് ചിത്രാണ്. ചിത്ര മീൻസ് പിക്ചർ ആണ്. ഗ്രൂപ്പിൽ ചേരാത്ത വാക്ക് എന്താണ്? ചിത്ര. യെസ്. അടുത്തത് ബാഗ്, ബർത്തൻ, ബഗീച്ച. ഓരോന്നിന്റെ അർത്ഥം നോക്കിക്കേ. ബാഗ്, ബർത്തൻ, ബഗീച്ച. ബർത്തൻ, യെസ്. ബാഗ് ആൻഡ് ബഗീച്ച എന്താണ്? ഗാർഡൻ എന്നാണ് അർത്ഥം. ബർത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം എന്നാണ് അർത്ഥം. സോ ബർത്തനാണ്. യെസ്. അപമാൻ, സമ്മാൻ, ഇസ്സത്ത്. അപമാൻ, സമ്മാൻ, ഇസ്സത്ത്. ആരാണ് അപമാൻ പറഞ്ഞത്? അപമാൻ ആരാ പറഞ്ഞേ? വിവേകി പറഞ്ഞു, വേറൊരാളും കൂടെ പറഞ്ഞു. അതാരായിരുന്നു? യെസ്, യെസ്, കറക്റ്റ് ആണ്. അപമാനാണ്. അപമാൻ. ബാക്കി രണ്ടും എന്താണ്? സമ്മാനം, ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ചെയ്യുക, അവരെ റെസ്പെക്ട് ചെയ്യുക എന്നാണ് അർത്ഥം. അപമാൻ എന്ന് പറഞ്ഞാൽ അപമാനിക്കുക. അപ്പൊ അതല്ലേ വേറെ അർത്ഥം വരുന്ന വാക്ക്. ഓക്കെ, അപമാൻ. യെസ്. അടുത്ത പേജില് സഹി ശബ്ദ ചുൻകർ ഖാലി ജഗാ മേ ലിഖിയേ. കറക്റ്റ് ആയിട്ടുള്ളത് തെരഞ്ഞെടുത്തിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. അക്ബർ ഏക് മഹാൻ ഡാഷ് थे, गुलाम और बादशाह. बादशाह, yes. സർക്കിൾ ചെയ്യോ, എടുത്ത് എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അടുത്തത്
उनके दरबार में बीरबल बड़े डैश मंत्री थे. बुद्धिमान मंत्री थे, मूर्ख मंत्री थे. ഏതാണ്? बुद्धिमान बुद्धिमान मंत्री. बुद्धिमान അടുത്തത് बीरबल बोले डैश समय दे महाराज. थोड़ा समय दे, बहुत समय दे. थोड़ा थोड़ा. Yes. थोड़ा समय से थोड़ा समय दे महाराज. Yes. അടുത്തത് अकबर ने एक पहेली डैश के लिए दी. उलझाने सुलझाने. सुलझाने. Yes. सुलझाने के लिए दी. അടുത്തത് बीरबल की डैश का सभी सम्मान करते थे. चतुराई या मूर्खता. चतुराई का सभी सम्मान करते थे. यस. അടുത്തത് किसी ने कविता के कुछ शब्दों को गलत लिखा दिया है. आप उन्हें सही करके लिखिए. വേർഡ് തെറ്റായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിനെ കറക്റ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് വേർഡ് ബാദ്ഷ അവിടെ തെറ്റായിട്ടാണ് സ്പെല്ലിംഗ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് എഴുതുക? ബാദ്ഷ. അടുത്തത് പ്രയോഗ്. താഴോട്ടാണ് പറയുന്നത്. പ്രയോഗ്. എല്ലാം അവിടെ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കറക്റ്റ് ചെയ്ത് എഴുതണം എല്ലാം. പ്രയോഗ്. അടുത്തത് ചീട്ടിയാം. അടുത്തത് ചീട്ടിയാം. ചീട്ടിയാം എന്നാണ്. ചീ കഴിഞ്ഞിട്ട് ഒരു ഇത് വരും കേട്ടോ. ഫുൾ സ്റ്റോപ്പ് ഒരു ബിന്ദു വരുന്നുണ്ട് അവിടെ. അത് നോക്കി തെറ്റാതെ എഴുതണം. ചീം. എഴുതാം നമുക്ക്. ബാദ്ഷാ, പ്രയോഗ്, ചീംട്ടിയാം. ബുദ്ധിമാൻ. എല്ലാരും എഴുതട്ടെ. ഇനി ആരെങ്കിലും എഴുതാനുണ്ടോ? കൃഷ്ണദേവ് ഒക്കെ എഴുതി കഴിഞ്ഞോ? കൃഷ്ണദേവ്, റിഫാമറി ഒക്കെ എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ. അടുത്ത വാക്ക് നോക്കിക്കേ. അടുത്തത് ബുദ്ധിമാൻ. മൈക്ക് മ്യൂട്ട് ചെയ്യൂ. ബുദ്ധിമാൻ. ബുദ്ധിമാൻ എങ്ങനെയാണ് കറക്റ്റ് എഴുതുന്നത്?
ये मैं जोड़ जोड़ के बना हूँ। एक मिनट मेरे शुरू होने गिरेगा भी नहीं देखो। एक मिनट प्लीज प्लीज सॉरी। माइक म्यूट करो। ബുദ്ധിമാൻ നോക്കി എഴുതണേ കറക്റ്റ് ആയിട്ടെ. അടുത്തത് മിശ്രൺ. മിശ്രൺ. അടുത്തത് സമ്മാൻ. ബുദ്ധിമാൻ, മിശ്രൺ, സമ്മാൻ. മിസ് കഴിഞ്ഞു. മിസ് ഇത് കഴിഞ്ഞു. കഴിഞ്ഞോ? കഴിഞ്ഞു. അടുത്തത് നോക്കിക്കേ. वर्ग पहेली में सही वर्ण भरकर दिए गए शब्दों की खोज कीजिए. അവിടെ ലെഫ്റ്റ് സൈഡിൽ കുറെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ചതുർ, പാനി, അക്ബർ, ബീർബൽ, ചീനി, ഉപായ്. അത് റൈറ്റ് സൈഡിലെ കോളത്തില് നിങ്ങൾ ക്രോസ് വേർഡ് ഒക്കെ ചെയ്ത് കാണുമല്ലോ. അത് മിസ്സിംഗ് വേർഡ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ടാണ്. ഓക്കെ, ഈസി അല്ലേ? തന്നെ എഴുതിക്കേ. ചതുർ. ചതുർ എവിടെ? ചാ തൂ ഉണ്ട്. റായും കൂടെ ചേർത്ത് കംപ്ലീറ്റ് ചെയ്തേ താഴോട്ട്. ചതുർ. അടുത്തത് പാനി. പാനിയുടെ നീ അവിടെ ഉണ്ട്. പാ ചേർത്ത് ഫില്ല് ചെയ്യാ. എനിക്കിപ്പോ കാണിക്കാൻ അത് ടെക്സ്റ്റ് ഇല്ല എന്റെ കയ്യിൽ. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടോളാം. അപ്പൊ അറിയാൻ പാടില്ലാത്തവർ അവിടെ നോക്കി എഴുതിയാൽ മതി കേട്ടോ. പാനിയുടെ നീ ഉണ്ട്. പാ ചേർത്ത് എഴുതുക. കിട്ടാത്തവരുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. അടുത്തത് അക്ബർ. അക്ബർ ആ ക റ വരെ ഉണ്ട്. ബ ചേർത്ത് ഫില്ല് ചെയ്തേ. ബാ ചേർത്ത് ഫില്ല് ചെയ്തേ. അക്ബർ. ഓക്കെ, അടുത്തത് ബീർബൽ. വലത്തോട്ട് റൈറ്റ് സൈഡിലേക്കാണ് കൊടുത്തത്. ബി ചതുറിന്റെ റ നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. അപ്പൊ ബീർ ബ. അക്ബറിന്റെ ബായും നമ്മൾ ഓൾറെഡി എഴുതി. ബീർബൽ. അടുത്തത് ചീനി. താഴെ ഏറ്റവും താഴെ ചീനി. പാനി എഴുതിയതിന്റെ അവിടെ ചീ ചേർക്കുക. നീ ഓൾറെഡി അവിടെ ഉണ്ട്. ചീനി. അടുത്തത് ഉപ്പായ്. ചീനി എഴുതിയതിന്റെ തൊട്ട് മുകളിൽ ഊപ്പായ്. ഊപ്പാ മാത്രം എഴുതുക. ഉപ്പായ്. കഴിഞ്ഞു. ആർക്കിങ്ങനെ കിട്ടാതെ ഉണ്ടോ? മനസ്സിലാവാതെ ഉണ്ടോ? എവിടെയാന്നുള്ളത് കിട്ടാതെ ആരെങ്കിലും ഉണ്ടോ ചോദിക്കാട്ടോ. അല്ലെങ്കിൽ ഗ്രൂപ്പിലിട്ട് നോക്കി എഴുതുക കേട്ടോ. ചതുർ, ചീനി, അക്ബർ, ബീർബൽ, ചീനി, ഉപ്പായ്. ഉപ്പായ് കിട്ടിയിട്ടില്ല മിസ്. ഉപ്പായ് ചീനിയുടെ തൊട്ട് മുകളിൽ. ചീനി കിട്ടിയോ? യെസ്. ആ, അതിന്റെ തൊട്ട് മുകളിൽ നോക്കിക്കേ. ഊ ഉണ്ട്, യാ ഉണ്ട്. പാ മാത്രം ഫില്ല് ചെയ്തേ സെന്ററില്. ചീനി കിട്ടിയില്ല. ഈ ഏറ്റവും താഴെ ഫസ്റ്റ് കോളം തുടങ്ങുന്നതിന്റെ റോയിൽ ഏറ്റവും താഴെ നീ ഉണ്ടല്ലോ. നീയുടെ ഇപ്പുറത്ത് ചീറ്റാ മതി. നീ കണ്ടോ? ആ, വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും കിട്ടാനുണ്ടോ? വേർഡ് ഏതെങ്കിലും കിട്ടാതെ ഉണ്ടോ? ഏതാണ്? പാനി. 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 പാനി ചീനിയുടെ തൊട്ട് മുകളിൽ. നീയുടെ തൊട്ട് മുകളിലത്തെ കോളത്തില് പാ എഴുതുക. അപ്പൊ പാനിയായില്ലേ? യെസ് മിസ് കിട്ടി. യെസ്.
Miss healthy. ഓക്കെ അലീന, ഞാൻ കണ്ടു. യെസ്, എല്ലാവർക്കും ബാക്കിയെല്ലാം കിട്ടിയോ? Yes. യെസ്, Miss ഓക്കെ. healthy. Yes, miss. അടുത്തത് പുതിയ വേർഡ്സ് നമ്മൾ ഇവിടെ പഠിച്ചതാണ്, ചാപ്റ്ററിൽ പഠിച്ചതാണ്. ബുദ്ധിമാൻ, തീവ്ര, മന്ത്രി, പ്രയോഗ്, മിശ്രൺ, ചീട്ടിയ, നവരത്ന, ചതുരായി, ബുദ്ധി, മത്ത, സമ്മാൻ. ബുദ്ധിമത സമ്മാൻ. ഓക്കെ, അത് വായിച്ച് പഠിക്കാനുള്ളതാണ്. അപ്പൊ നമ്മൾ ആ ചാപ്റ്ററിന്റെ ടെക്സ്റ്റ് എക്സസൈസ് ഫിനിഷ് ചെയ്തു.